Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Another tarot reading, a very special message for you. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? ആൻഡ് മോർ ദാൻ ദാറ്റ്, എനിക്ക് എനർജറ്റിക്കലി ഒരു സമയം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഏതൊക്കെയോ രീതിയിൽ. നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ചില മാറ്റങ്ങളായിരിക്കാം. സ്പെഷ്യലി നിങ്ങൾ റെഗുലർ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ there is something that is making me feel like so inspired by you. എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ വലിയ ഇൻസ്പയർഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം, അല്ലേ? സോ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. കുട്ടികളുടെ കൂടെയൊക്കെ നിങ്ങൾ കൂടുതൽ കളിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ സിബ്ലിങ്സ് ആയിരിക്കാം, നിങ്ങളുടെ വളരെ യങ് ആയിട്ടുള്ള സിബ്ലിങ്സ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ നെയ്ബറിലെ പിള്ളേരെയൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു സമയത്ത്. എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു എനർജറ്റിക്കൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വളരെ ആക്റ്റീവ് ആക്കി വെക്കുന്നുണ്ട്. ആൻഡ് ഹീൽ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി തോന്നുന്നുണ്ടായിരിക്കാം. ഓർ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ഒരു ശീലമായിട്ട് ചെയ്തു പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അതായിരിക്കാം നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ട് വെക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, ചില ആളുകൾ നിങ്ങളുടെ വോയിസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കാം. വോയിസിൽ ഒരുപാട് ടാലൻസ്, വോയിസിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സംസാര ശൈലി കൊണ്ടുവരുന്നതായിരിക്കാം. എന്തൊക്കെയൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടായിരിക്കാം? മേ ബി നിങ്ങൾ വേറെ പ്ലേസിലേക്ക് പോകുന്നുണ്ടായിരിക്കാം, വേറെ കൺട്രിയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് പുതിയ ഭാഷകൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ പുതിയ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് അതുപോലത്തെ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ സംസാരം ഏറ്റവും കൂടുതൽ വളരെ ബ്ലെസ്സിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നമ്മൾ പറയുമല്ലോ, നമ്മുടെ നാവിലാണ് സരസ്വതി, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അത്ര പവർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾക്ക് നമ്മളെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ എനർജിയിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പവർ ഉണ്ട്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വാക്കുകള്, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകള്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ വോയിസ് വളരെ സ്വീറ്റ് ആൻഡ് കാം ആവുന്നുണ്ടായിരിക്കാം. പ്രോബബ്ലി ലൈക്ക് നിങ്ങളുടെ സഡൻ ആയിട്ടുള്ള ഇമോഷൻസിലൊക്കെ നിങ്ങൾ മാറ്റം വരുത്തുന്നതായിരിക്കാം. നിങ്ങളുടെ വോയിസ് നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം. മേ ബി ലൈക്ക് ഇപ്പോഴായിരിക്കും നിങ്ങളുടെ വോയിസ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? RJ ആയിട്ടായിരിക്കാം, ഡബ് ചെയ്യുന്നതായിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, ഓർ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഫെയിം കൊണ്ടുവരാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ കണക്ട് ആയിട്ട് വരണം. അങ്ങനത്തെ ഒരു ഫെയിം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളെ എല്ലാം ഇമിറ്റേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു വെപ്പൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ഫെയിം കൊണ്ടുവരാൻ ഉള്ള നിങ്ങളുടെ ആ ഒരു വെപ്പൺ എന്ന് പറയുന്നത് എക്സാക്ട്ലി നിങ്ങളുടേതായിട്ടൊരു ഫെയിം കൊണ്ടുവരാൻ, നിങ്ങളുടേതായിട്ടൊരു യൂണിക്നെസ് കൊണ്ടുവരാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ വോയിസ് ആയിരിക്കാം. ഓൾറൈറ്റ്, സോ മേ ബി ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ്, ചില ആളുകൾക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ക്രേവ്, മേ ബി ലൈക്ക് നിങ്ങൾ ചില ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വോയിസ് യൂസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലത്തെ പ്ലേസിൽ നിങ്ങൾ ആദ്യമായിട്ട് ഗ്രോ ചെയ്തു വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് കൂടുതൽ കണക്ട് ചെയ്തു വരിക. ലൈക്ക് വോയിസ് ഓവർ പോലെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ നിങ്ങൾ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സൗണ്ട് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ഷാർപ്പെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അത് കൂടുതൽ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീക്കായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണോ നോക്കുന്നത് അതാണ് ഗ്രോ ചെയ്യുക. അപ്പൊ നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരിക, അല്ലെ? സോ നമ്മൾ കൂടുതൽ അവസരങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുകളിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വോയിസിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ പോലും ഇത്ര കാലമായിട്ട് കാണാത്ത ചില പ്രത്യേകതകളൊക്കെ നിങ്ങളുടെ വോയിസിൽ
നിങ്ങൾക്ക് കൂടുതൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് 8 of Pentacles. It's time to make money from your passion. ഓൾറൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ പാഷൻ ചെയ്യുന്നതിലൂടെ, നിങ്ങൾ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം ചില ആളുകൾക്ക്. ഇറ്റ്സ് ടൈം ടു ഏൺ മണി. ഓൾറൈറ്റ്, ഈവൻ നിങ്ങൾ സ്റ്റുഡൻസ്, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ കുറേ കാലമായിട്ട് ജോബ് ചെയ്യാത്ത ആളുകൾ, ജോബിലേക്ക് നോക്കുന്ന ആളുകൾ, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ടൈം ഫോർ യു ടു ഏൺ മണി. ഐ ഡോണ്ട് നോ ഏത് വഴിയിൽ കൂടിയാണോ എന്നറിയില്ല, നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്യാഷ് ഏൺ ചെയ്യാൻ പോവാണ്. പ്രോബബ്ലി നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ലൈക്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം. സോ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനോട് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കണം. ഈ ടൈമിലായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സോളിറ്റ്യൂഡ് മോഡിലൂടെ പോകുന്ന ആളുകളുണ്ട്. മേ ബി ദാറ്റ് ഈസ് എ റീസൺ നിങ്ങൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത്. കാരണം എനിക്കറിയാം സോളിറ്റ്യൂഡിന്റെ കൂടെ സംഭവിക്കുന്നത് നമ്മുടെ ലൈഫിലെ മേജർ ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ അതാണ് നിങ്ങൾ എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോളിറ്റ്യൂഡ് ജേർണിയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു പോവുക അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. ഓർ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഈ ഒരു ടൈമിലാണ് നിങ്ങളുടെ ഒരുപാട് ഹിഡൻ ടാലൻസ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ എല്ലാ ഹിഡൻ ടാലൻസിലും ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ കഴിവുകളും ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ഒരു പാഷൻ എന്ന് പറയുന്നത്. കാരണം ഈ സമയം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. സോ നിങ്ങളുടെ സോളിനുള്ള ഒരുപാട് കഴിവുകൾ, അതിന്റെ ഒരുപാട് പ്രത്യേകതകളൊക്കെ അതിങ്ങനെ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കും. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും എടുക്കേണ്ട കാര്യമില്ല, അല്ലെ? ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ജോബായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കാം. സോ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. അതാണ് നിങ്ങളുടെ വോയിസ് ഒക്കെ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഡബ് ചെയ്യാം, മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാട്ട് പാടുന്നതായിരിക്കാം, കരോക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് പാട്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, ഓർ നമ്മള് ഡബൊക്കെ ചെയ്യുന്നത് പോലെ, നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അതും ശ്രമിച്ചു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സൗണ്ട് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുമോ അതിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, ജസ്റ്റിസ്. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ചെയ്യേണ്ട ഒരു, ലൈഫിൽ പല സിറ്റുവേഷനും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം ബാലൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് സ്ട്രഗിൾ ആവുന്നുണ്ട് എന്നുള്ളത്. സോ അവിടെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്നില്ല, ഓരോരു ജസ്റ്റിസ് ഉണ്ടാവുന്നില്ല, ഒരു നീതി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എവിടെയോ മറ്റുള്ള ആളുകൾ നിങ്ങൾക്കത് തരുന്നില്ല എന്നുള്ളതല്ല. ചില സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മളോട് ആ ഒരു നീതി കാട്ടാത്തത്, അല്ലെ? നമ്മൾ തന്നെയാണ് നമ്മളെടുത്ത് ആ ഒരു കൈൻഡ്നെസ് കാട്ടാത്തത്, ഒരു സ്നേഹം കാട്ടാത്തത്. നമ്മൾ പറയും അവരെന്നെ സ്നേഹിച്ചില്ല, അവരെന്നെ നോക്കിയില്ല, അവരെന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു. ആ ഒരു പ്ലേസിൽ എന്തിനു നമ്മൾ കൊണ്ടുവച്ചു, വീണ്ടും കൊണ്ടുവച്ചു. നമ്മളെ ചില പ്ലേസിൽ അതുപോലെ ട്രീറ്റ് ചെയ്യാൻ നിന്ന് കൊടുത്തു. ഇവിടേക്കാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണ്ടത്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ സോളിറ്റ്യൂഡ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. യു ഡിസേർവ് ദാറ്റ്. നിങ്ങൾ കൂടുതൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതുപോലെ നിങ്ങളെ കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. റൈറ്റ്, ലെറ്റ്സ് സീ what you need to hear right now. So നിങ്ങൾ ഏതൊക്കെയോ ഒരു പ്ലേസിൽ എവിടേക്കോ നിങ്ങളൊരു സേഫ് ബൗണ്ടറി വെക്കുന്നുണ്ട്. റൈറ്റ്, ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം മാറ്റമില്ലാത്ത വാക്കുകളിൽ നിങ്ങൾ എത്രമാത്രം സ്റ്റക്കായി പോയി എന്നുള്ളതാണ്, അല്ലെ? ചില ആളുകൾ മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ ചില സിറ്റുവേഷൻ എസ്പെഷ്യലി ആളുകളിലേക്ക് വരുന്ന സമയത്ത് അവര് മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ടായിരിക്കണം, പക്ഷെ അവിടെ റിപ്പീറ്റ് ആയിട്ടുള്ള ചില പ്രോമിസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലെ? ഇങ്ങനെ മാറ്റം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരായിട്ട് പറഞ്ഞിട്ടുള്ളതോ. ഇറ്റ്സ് ലൈക്ക് ചില ആളുകളുടെ വാക്കുകളും ആക്ഷനും തമ്മിലുള്ള ക്ലാഷസ് നിങ്ങൾ ഒന്ന് കൂടുതൽ തവണ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവർ പറയുന്നത് പോലെയല്ല പല കാര്യങ്ങളും എന്നുള്ളത്.
നിങ്ങളും നിങ്ങളുടെ അടുത്ത് അത് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളും ചില പ്രോമിസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ബട്ട് പ്രോബബ്ലി നിങ്ങളുടെ ആക്ഷനിലേക്ക് അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഹാബിറ്റിൽ തന്നെ, നിങ്ങളുടെ ആ ഒരു ശീലത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ അടുത്തൊന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ ആക്ഷനിൽ കുറവായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് എ റിഫ്ലക്ഷൻ. ഓക്കെ, സോ നിങ്ങളൊന്ന് നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വേറെ ആരുടെ അടുത്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ജേർണി ഓർ ലൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്, വീണ്ടും ഫൊഗീവ് ചെയ്തിട്ടുണ്ട്, ക്ഷമിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ ജേർണി. പല കാര്യങ്ങളും നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ലൈഫിൽ പല സിറ്റുവേഷൻ നിങ്ങൾ വളരെ സീരിയസ് ആക്കി കാണാതെ വളരെ ഈസി ആയിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിലും ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജോബിലാണെന്നുണ്ടെങ്കിലും എവിടെ നിന്ന് പോയോ, എവിടെ ഒരു ഫ്ലോ ഇല്ലാണ്ട് പോയോ അവിടുന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കൈൻഡ് ഓഫ് ബട്ടർഫ്ലൈ പോലെയാണ്. യു ഹാവ് ദ ഫ്രീഡം ടു ഫ്ലൈ. ഇത്ര കാലമായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം, അനങ്ങാൻ പറ്റാത്തൊരു പ്ലേസ് ആയിരിക്കാം. ബിക്കോസ് നിങ്ങളെ കൂടുതൽ ഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു, നിങ്ങൾ അതൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫൈനലി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഒരു ബട്ടർഫ്ലൈ പോലെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. നിങ്ങളാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സോളിറ്റ്യൂഡ് മോഡിലൂടെയാണ് പോകുന്നത്, അല്ലെ? സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.